ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம எக்கோ மூவி கிளைமேக்ஸ் தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். சீன் 6 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பா போய் செக் பண்ணி பாருங்க. ஒரு சஸ்பென்ஸ் த்ரில்லரா இருக்கும். சீன் 6 வரைக்கும் குரியச்சன் வந்து யாருன்னு ஆனா வந்து அவர் தான் வந்து போனாரு. அவர் தான் குரியச்சனா என்னன்னு சொல்லிட்டு தெரியல. நல்லா வந்து போச்சு. இப்ப கிளைமேக்ஸ்ல என்ன ட்விஸ்ட் நடக்க போகுதுன்னு என்னன்னு சொல்லி தெரியல. இப்ப எதிரே பார்க்கல. கூடயே இருந்துகிட்டு வந்து பார்த்தீங்கன்னா, அவ்வளோ வேலை வந்து பார்த்துருப்பாரு. செம்மையா இருந்துச்சு இன்ட்ரஸ்டிங்கா. இப்ப கிளைமேக்ஸ்ல என்ன சீன் நடக்க போகுது என்னன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு, அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணல, தயவு செய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம அந்த வீடியோவுக்கு லைக் பண்ணுங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். ஐயோ! ஐயோ! எங்கன்னே தெரியாம சுத்திக்கிட்டு இருக்காரு அவரு. ஓ! ஐயோ! ஐயோ! கொன்னே புட்டாரு. ഇനിയെങ്ങാനും ഞങ്ങളുടെ കയ്യിൽ പെടുന്നതിന് ഇപ്പൊ പിയൂസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മ സാധാരണ രീതിയിൽ തന്നെ പെരുമാറിയാൽ മതി. ഡ്രാമ പഠിച്ചെന്ന് അവൻ അറിയണ്ട. സംശയിക്കുന്നു തോന്നിയാ അവൻ അലർട്ട് ആവും, മുങ്ങും. ഇത് ഞങ്ങൾ നോക്കി കൈകാര്യം ചെയ്തോളാം. சரியான இடம்ப்பா. சூப்பரான இடம். ஐயோ! ச்சே!
ലാസ്റ്റ് ഹോപ്പിനെ കൊണ്ട് നോക്കുക. ஐயோ! என்ன பாம்பு கடிச்சிருச்சோ? ஐயோ! ഇളയാടി കണ്ടതാ. അവലയുടെ അപ്പാപ്പനായിട്ട് വരും. ദേഹം നല്ല ചൂടിലിരിക്കണോട്ടെ ചൂതൊക്കെ കയറും. நல்ல போதை ஏறுங்கிறாரோ? 20 സെക്കൻഡിനുള്ളിലെ ചെവി കൂടെ പുക പോണ പോലെ ഒരു എഫക്റ്റ് തുടങ്ങും. ഇപ്പൊ തുടങ്ങിക്കാണുമല്ലോ. ഞാൻ തന്നെ വിട്ടേക്കാം. സഹായിക്കണം. ആരായിട്ടേക്കത് யாரு? ചെയ്യണം പ്ലീസ്. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നത്. സന്തായി നാളെ കൊണ്ട് തൊഴാൻ കൊണ്ടതാ. ചാലക്ക് അടുത്തുള്ള ലോഡ്ജില് മുറിയെടുത്ത് ഫ്രൂട്ട് സർബത്ത് കുടിക്കാൻ വേണ്ടി നുള്ളിപ്പറക്കി ഒരു 10 വയസ്സായി തന്നിട്ട് രണ്ടാളും കൂടെ മുറി കയറി കഥ അടച്ച് കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നെന്ന് പറയാതെ. സർബത്ത് കുടിച്ച് തിരിച്ചു വന്നപ്പോ കണ്ട മൊത്തം പൊടിയും പുകയോ. പേർക്കൂടെ ഓടൊക്കെ തെറിച്ചു വരുന്നു. എഞ്ചിന്റെ അവിടേക്ക് ഒരു തോട്ട വെച്ചിട്ടായിരുന്നു 2 ചുമത്തുക്കത്ത് കെട്ടിപ്പിടുത്തം. റൂമിന്റെ ചുവരില് വെറ്റട മഞ്ഞയും ചില്ലറ ഇറച്ചി കഷ്ണങ്ങളും പറ്റി പിടിച്ചിരിക്കണ കണ്ടോ. അവരെ കുറിച്ചുള്ള അവസാനത്തെ ഓർമ്മ. വന്ന് കല്ലായ നാട ഉള്ളും പുറവും. അതിനൊരു കാലണ സെന്റിമെന്റ്സും തോന്നിയിട്ടില്ല ഒന്നിനോടും ഒരുത്തനോടും. പോലെ പ്ലീസ് பாவம். നമ്മൾ നാത്തിച്ചേടത്തേക്ക് കാണാൻ പോയത് അല്പം വൈകിപ്പോയോ പാപ്പച്ച? എന്തേ? അക്കരെ മലകൾ താൻ കണ്ടില്ലേ? അതിലൊക്കെ ചിലപ്പോ ഇമാതിരി ഗുഹകളും പൊത്തുകളൊക്കെ ഉണ്ടായിക്കൂടെ? സാറിന്റെ മനസ്സിലെന്താ? കുരിയച്ചൻ ഒളിവിൽ പോയ കാര്യം ആ രീതിയിലുള്ളൊരു ബിസാർ ഹൈഡിങ് പ്ലേസ് ഒക്കെ ലൈക്ക് എ കേവ്.
പണ്ട് ജിം കോർപ്പറ്റ് പോയി പാറമടയിൽ തങ്ങി കഥ വായിച്ചിട്ടുണ്ട്. കടുവ കിട്ടിയൊക്കെ നോക്കി, കേരളത്തിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും ഒരാൾക്കും എടുക്കാൻ പറ്റാത്ത ഏരിയയാണ്. എന്നിട്ട് കുറെ നായ്ക്കളെയും കാവൽ നിർത്തി കുര്യച്ചൻ അവിടെ ഒരു പാറയിടിക്ക് കൂടിയിട്ടുണ്ട്. അത് ഇത്രയും കൊല്ലം. എടുത്തേ. ഏതായാലും നാട്ടിൽ പോയി 1-2 ആഴ്ച നിന്നിട്ട് വരായിരുന്നില്ലേ? ചേട്ടത്തെ ഇവിടെ ഒറ്റക്കാക്കിട്ടോ. ഇതന്നെ ബൈനാക്കുലറൊക്കെ ആയിട്ട് ഒരു രസമല്ലേ കാണാൻ? ആ ഉരിയച്ചൻ കാണാത്തതും ഇല്ല നായ്ക്കളില്. എന്നാലും എല്ലാം തികഞ്ഞു ഒന്നിനെ കിട്ടുന്നില്ലല്ലോ എന്ന് പരാതിയാണ്. കുര്യച്ചനെ കിട്ടാത്തതിനുണ്ടോ? കിട്ടിയില്ലേലും ലക്ഷണമുള്ള ഒന്നിനെ ശീലിപ്പിച്ചെടുക്കാന്ന് പറയും എപ്പോഴും. എന്നിട്ട് ശീലിപ്പിച്ചെടുക്കാൻ പറ്റിയോ? പറ്റിയില്ലെന്നാ കരുതിയിരുന്നേ. നീ ആരാന്നറിയും വരെ. മക്കള് പോലും കുര്യച്ചന് ഇത്രയും വില കൊടുത്തിട്ടില്ല. കൂറുള്ള വട്ടകളും ഉണ്ട്. എത്ര നാളിങ്ങനെ തങ്ങാന്നാ കരുതുന്നേ? നന്നായി നടക്കുന്നവരെ. നമ്മള് ചേട്ടത്തിയുടെ വീട്ടിൽ പോയത് പീയൂസിനെ തപ്പിയാണ്. എന്തിന്? കുര്യച്ചനിലേക്കുള്ള ഒരു ലീഡ് കിട്ടാൻ. ആക്ച്വലി നമുക്ക് വേണ്ട ആൻസേഴ്സ് ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്നെ എന്തേലും ചെയ്യാന്നുണ്ടോ ഉള്ളില്? കാരണം ഉണ്ടാവുന്നവരെ ആവശ്യമില്ല. കാരണം ഉണ്ടായാ ചില നായ്ക്കൾക്ക് ഒറ്റ മാസ്റ്റർ ചേട്ടത്തെ. പീയൂസ് ഇവിടെ ആദ്യം ജോലിക്ക് വന്ന സമയത്ത് നായ്ക്കൾ ഓടിച്ചിട്ട് മരത്തിൽ കയറിയ കഥ പറഞ്ഞ ഓർമ്മയില്ലേ? മരത്തിൽ അവൻ തന്നെ കയറിയത് അല്ലേ? പക്ഷെ തിരിച്ചിറങ്ങാൻ ചേർത്തി വരുന്നതുവരെ അവൻ ആ കൊമ്പിൽ അങ്ങനെ ഇരിക്കേണ്ടി വന്നു. പട്ടികൾക്ക് ചേട്ടത്തിയോടുള്ള അനുസരണ നമ്മളൊന്ന് കണ്ടതാണ്. സാറിന്റെ ഊഹവും ദിവസമൊക്കെ ഓക്കെ. പക്ഷെ സാറിന് ശരിക്കും കുര്യച്ചനെ അറിയത്തില്ല. ഇത്രയും ത്യാഗം സഹിച്ച് പിടിച്ചു കെട്ടിയ പോലെ ഏതെങ്കിലും ഗുഹയെ പൊളിച്ചിരിക്കാനെന്ന് കുര്യച്ചൻ നിൽക്കില്ല. കുറച്ചു ദിവസത്തേക്കാണ് പിന്നെ ഓക്കെ. പോയി തങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. താൻ പറഞ്ഞതുപോലെ കുറച്ചു ദിവസത്തേക്ക്. പക്ഷെ കാവലിൽ നിന്നും പറഞ്ഞ് കുര്യച്ചൻ വിശ്വസിച്ച് നിർത്തിയ നായ്ക്കള് ആക്ച്വലി അയാളുടെ കൺട്രോളിലല്ലെങ്കിലോ?
ഈ പറയുന്ന ഗുഹയിൽ നിന്ന് അയാൾ തിരിച്ച് പുറത്തിറങ്ങണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് കുരിയച്ചനല്ലെങ്കിലോ? അയ്യോ കത്തി. But sometimes protection and restriction, they both look the same. சூப்பர், சூப்பர், சூப்பர். ரொம்பவே வந்து பார்த்தீங்கன்னா, இன்ட்ரஸ்டிங்கா வந்து போச்சு. ரொம்பவே வந்து நல்லா இருந்துச்சு. யாரு குறியச்சன், யாரு குறியச்சன்னு சொல்லிட்டு அப்படியே ட்விஸ்ட்டாவே வந்து போயிருந்துச்சு. ஃபர்ஸ்ட்லேருந்து லாஸ்ட் வரைக்கும். நரேன் வந்து கண்டுபிடிக்க தான் வந்து வந்திருக்காரு. அ லாஸ்ட் வரைக்கும் படத்த பார்த்த வரைக்கும் குறியச்சன் வந்து தேடிக்கிட்டே தான் இருக்கிற மாரி தான் இருக்கு. லீடு வந்து ஏதோ குடுத்துருக்காங்க. சன் பார்ட் வருமா என்னன்னு சொல்லி தெரியல. இவரு கூடயே அந்த பாட்டி கூடயே இருந்துகிட்டு, இவரு எதுக்கு வந்து அவங்களலாம் வந்து கொன்னாங்க? என்னான்னு சொல்லிட்டு எனக்கும் வந்து விளங்கல. ஆ அது பாட்டி வந்து சொல்றாங்க, "நீ யாருன்னு தெரிஞ்சுக்காத வரைக்குமே தெரிஞ்சுக்கிட்ட வரைக்குமே" வந்து சொல்றாரு. அந்த பாட்டியும் கொல்றதுக்கு வந்து பார்த்தீங்கன்னா, கத்தி எடுத்துட்டாரு. எதுக்குன்னு சொல்லிட்டு தெரியல. பார்த்தீங்கன்னா, அவரு சொல்லியிருப்பாரு. ரெண் அ ர ஏதோ ஒண்ணு அந்த நாய் வந்து கொன்னு புதைக்கும்போது அவரு வந்து சொல்லியிருப்பாரு. சம்டைம் வந்து 2மே வந்து நம்மள காக்கும் அப்படிங்கிற மாரி வந்து சொல்ப்பாரு. அவரு புருஷன வந்து அவரு வந்து பாதுகாப்பாங்க. அந்த நாய் வந்து பாதுகாக்கும் அப்படிங்கிற மாரி வந்து சொல்லியிருப்பாரு. அதே மாரி வந்து அந்த பாட்டிக்குள்ள கத்தி எடுக்கும்போது வந்து பார்த்தீங்கன்னா, அவ்வளோ நாய் வந்து பாதுகாக்க வந்துருச்சு. அப்படியே அவரு வந்து திகைச்சு போய் நின்னு பார்க்குறாரு. செம்ம இன்ட்ரஸ்டிங்கா இருந்துச்சு. புகாய்ஸ் இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம வீடியோக்கு லைக் பண்ணிட்டு, சப்ஸ்கிரைப் பண்ணாம நீங்க பாத்தீங்கன்னா, தயவு செய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல என்ன வந்து மூவி வந்து ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு கீழ வந்து கமெண்ட் பாக்ஸ்ல கமெண்ட் பண்ணுங்க. இது போல நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம்.